അങ്ങനെ രോഹിത് അലീനയുമായിട്ട് കൂടുതൽ അടുക്കാണ്. തൻ്റെ സഹോദരിമാരുമായിട്ടും കൂടുതൽ അടുക്കുന്നുണ്ട്. അമ്പലത്തിലേക്കൊക്കെ പോവുകയും പുറത്തേക്കൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്ത് അവനൊന്ന് റിലാക്സ് ആവുകയും ഒരു എനർജറ്റിക് ആവുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈജയ്ക്ക് തീരെ സഹിക്കാനാവുന്നില്ല. വീട്ടിലേക്ക് വന്നിട്ട് ബബിജിയോടും കൃഷ്ണയോടും ഒക്കെ നല്ല രീതിക്ക് തന്നെ മാപ്പ് പറയുകയും അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹം പറയുകയൊക്കെ ചെയ്യാണ്. ഇത്രയും കാലം താനൊരു മുരടനായിരുന്നു, നിങ്ങളത് സ്നേഹിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാലൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ സ്വഭാവം അതാണെങ്കിലും മക്കളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ടേ. അങ്ങനെ ബാലൻ പോയിട്ട് അലീനയുടെ കൈ പിടിച്ച് അവൻ നന്ദിയൊക്കെ പറയാണ്. നീ വന്നതിന് ശേഷം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ തിരിച്ചറിവുണ്ടായത്. എന്തായാലും രോഹിയെ പുറത്തിറക്കാനും കാരണക്കാരി നീ തന്നെയാ. രോഹിയെ നല്ലവനാക്കി അതുപോലെ ബബിതയെ നീ നല്ല രീതിക്ക് നടത്തുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ സഹോദരങ്ങൾ ഒരുമിച്ചായപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പണ്ട് 3 പേരും 3 മുറിയിൽ 3 ദിശയിലേക്കായിരുന്നു. ഇപ്പോൾ 3 പേരും ഒരേപോലെ ആയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, അച്ഛൻ്റെ അല്ലേ മക്കള്, അതുപോലെ തന്നെ വരുള്ളൂ, അതേ സ്വഭാവം ആയിരിക്കുള്ളൂ അച്ഛാ എന്ന് പറയുമ്പം ഏയ് അങ്ങനെയൊന്നുമില്ല, പകുതി സ്വഭാവം അവളുടെ അല്ലേ ആ വൈജയുടെ, പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക എന്ന് ചോദിക്കാണ്. അങ്ങനെയൊന്നും പറയില്ല അച്ഛാ, ഇപ്പോൾ അവരെല്ലാം ഓക്കെ അല്ലേ, ഇനി അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചാൽ ഈ വീടൊരു സ്വർഗമാകും എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, അങ്ങനെ ഈ വീട് സ്വർഗമാകണ്ട, അത് മാത്രം വേണ്ട, നീ പറഞ്ഞ പോലെ ഈ വൈജ അത്രയ്ക്ക് നല്ലവളൊന്നും അല്ലല്ലോ, അത് മാത്രമല്ല അവളുടെ അഹങ്കാരത്തിന് തെല്ലും കുറവ് വരുന്നുണ്ടോ, അവൾ എന്തൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ മോശം പേരുണ്ടായിട്ടും ഇത്രയൊക്കെ അവളുടെ ഭാവിയിൽ പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിട്ടും അതെന്തെങ്കിലും അറിയാത്ത രീതിക്കാണോ അവൾ നടക്കുന്നത്, എന്ത് മാന്യമായിട്ട് നടക്കുന്നേ, ഒരു പതിവ്രത വന്നിരിക്കുന്നു, അവൾ ഒറ്റയെടുത്തിയാ എൻ്റെ മക്കളുടെ ഈ നെഗറ്റീവ് സ്വഭാവത്തിന് കാരണക്കാരി എന്ന് പറയുന്നുണ്ട്. അച്ഛാ അതെല്ലാം മാറും, രോഹിയും ബബിതയും കണ്ടില്ലേ എത്ര ഡീസൻ്റ് ആയിപ്പോൾ 2 പേരും. ബബിതയ്ക്ക് കുറേ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പതിയെ പതിയെ മാറി വരുന്നുണ്ട് അച്ഛാ, അതിനെല്ലാം കാരണമായില്ലേ, ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും മാറ്റം ഉണ്ടാവും, അതുപോലെ വൈജ മേഡത്തിനും മാറ്റം ഉണ്ടാവും. പിന്നെ വൈജ മേഡത്തിന് മാറ്റം, കല്ല് ഒരു മല 2ആയി പിളർന്നു പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷെ അവൾക്ക് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് ബാലന് പറയുമ്പം മാറ്റം ഉണ്ടാവും അച്ഛാ, നിങ്ങളെല്ലാവരും ഇതുപോലെ സ്നേഹത്തോടെ നിന്നാൽ മതി, അത് മാത്രമല്ല അച്ഛനമ്മയോട് ക്ഷമിച്ച് പഴയതുപോലെ നിൽക്കുകയാണെങ്കിൽ അമ്മ മാറിക്കോളും, ഞാനിവിടെ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലേ എല്ലാം ഓക്കെ ആകും, അത് വേണ്ട, അങ്ങനെ നീ ഇവിടുന്ന് പോയിട്ട് അവളിവിടെ സുഖിക്കണ്ട, അത് മാത്രമല്ല അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കുമെന്നും നീ കരുതണ്ട, അതെനിക്ക് സാധിക്കില്ല, കാരണം അവളെപ്പോലെ ഒരുത്തി എന്നെ കഴിഞ്ഞ് 23 വർഷമായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഏതോ ഒരുത്തിൻ്റെ കൂടെ പോയി പ്രസവിച്ച് അതിലൊരു കുഞ്ഞും ഉണ്ടായിട്ട് അതെല്ലാം മറച്ചു വെച്ച് 23 വർഷക്കാലം ഒന്നും അറിയാത്തവളെ പോലെ എന്നെ ഭരിച്ച് ഈ വീടടക്കി ഭരിച്ച് അവൾ ജീവിച്ചില്ലേ, എന്നിട്ടിപ്പോൾ അവൾ വലിയ പതിവ്രത വന്നിരിക്കുന്നു, അവളെ കാണുമ്പോൾ പോലും എനിക്കിപ്പോൾ അറപ്പാ വരുന്നത്, സ്നേഹമല്ല, അവളെ ഞാനിനി ഒരിക്കലും സ്നേഹിക്കാനും സാധിക്കില്ല, എന്നെ ചതിച്ച വഞ്ചകയവൾ, ഒരിക്കലും അവളെ ഞാൻ സ്നേഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ, അതൊക്കെ ക്ഷമിക്ക്, ഞാൻ എങ്ങനെ ക്ഷമിക്കാനാ, അങ്ങനെ ക്ഷമിക്കാൻ ഈ ലോകത്തിലുള്ള ഒരാണുങ്ങൾക്ക് സാധിക്കില്ല, ഇത്രയും വർഷക്കാലം എന്നെ ഒരു കുടുംബം മുഴുവൻ ചതിക്കല്ലായിരുന്നോ, എല്ലാം നേടിയവനാണെന്നും കരുതി ഞാൻ ഒരുപാട് അഹങ്കരിച്ചു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊന്നും നേടിയവനല്ല, ഞാനൊരു വിഡ്ഢിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഭയങ്കര ഇമോഷണൽ ആകുമ്പം അലീന സമാധാനിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം ചായകുടിയുടെ സമയത്ത് കൃഷ്ണയും ബബിതയും അലീനയും അതുപോലെ രോഹിത്തും കൂടി ഇരുന്ന് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഓരോ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ച് അവർ സന്തോഷത്തോടെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടുകൊണ്ട് വൈജ പതിയെ കഥ തുറന്ന് നോക്കുമ്പം 4 പേരും കൂടി ഭയങ്കര കട്ട ഫ്രണ്ട്സിനെ പോലെ ഇരുന്നുകൊണ്ട് സന്തോഷമായിട്ട് കളിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നതും നമ്മുടെ വൈജയ്ക്ക് പേർത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അവളെ ബാക്കി 3 മക്കളും അംഗീകരിച്ചില്ല നോർക്കുമ്പം താൻ ഒറ്റപ്പെട്ട് പോയതുപോലെ വൈജയ്ക്ക് ഫീൽ ചെയ്യാണ്. അവൾ കഥ കടച്ചിട്ട് അകത്തിരിക്കുന്നുണ്ട്. ജന്തു എൻ്റെ മക്കളെ കൂടി അവൾ വശത്താക്കി,
രണ്ടുപേരെങ്കിലും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ കരുതിയതാ. അവളെ കൂടി അവൾ എങ്ങനെ സോപ്പിട്ട് മയക്കിയെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങനെ ഇരിക്കുകയാണേ. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. 4 മക്കളും കൂടി ഒരുപോലെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അച്ഛനെ കാണുമ്പം 4 പേര് എഴുന്നേക്കാണ്. ഇരിക്ക്, എന്തിനാ എഴുന്നേക്കുന്നേ, നിങ്ങൾ കളിച്ചോ എന്ന് പറയുമ്പം അലീന പറയാണ്, അച്ഛാ ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ, ഞാൻ കുടിച്ചിട്ടാ വന്നത്, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, നിങ്ങൾ 4 പേരും അവിടെ ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഒരു 4 പേരും കളിയെല്ലാം കഴിഞ്ഞിട്ട് രോഹിത് മുറിയിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണയും ബബിതയും മുറിയിലേക്ക് പോവാണ്. ഡിന്നറിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് അലീന അടുക്കളയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് വൈജയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനം ഇല്ല. എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം എന്ന് കരുതാണ്. അങ്ങനെ വൈജയാണെങ്കിൽ കമലയെ വിളിക്കുന്നുണ്ട്. കമലയെടുത്തി എന്തെടുക്കാന്ന് ചോദിക്കുമ്പം, ഓ ഞാൻ എന്തെടുക്കാനാ, ഞാനിവിടെ ഇരിക്കുക, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, നിന്റെ മോൻ ജയിലിൽ നിന്ന് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കമലെടുത്തി ഇവിടെ ഇപ്പോൾ അതിലും വലിയ പ്രശ്നാ, എന്താ അടുത്ത പ്രശ്നം എന്ന് ചോദിക്കുമ്പം, ആ അലിനയുടെ കൂടെ ഇപ്പൊ ബബിത രോഹിത്തോടെ കൂടിയിരിക്കുക, 4 പേരും ഭയങ്കര കളിയും ചിരിയും സന്തോഷവും, ഇവിടെ അങ്ങ് ആർത്തുല്ലസിക്കുക എന്ന് പറയുന്നുണ്ട്. അത് കൂടാതിരിക്കുന്ന എങ്ങനാ, രോഹിയെ പുറത്തിറക്കാൻ കാരണക്കാരിയായത് അലീനയല്ലേ, അതുപോലെ ബബിതേനെയും അവൾ പറഞ്ഞു മയക്കിയിട്ടുണ്ടാവും, പറഞ്ഞു മയക്കാൻ അവൾ മിടിക്കുകയല്ലേ. അത് നീ ഒരു കാര്യം അറിഞ്ഞോ, എൻ്റെ മകൻ മനു പുതിയൊരു കാര്യമായിട്ടാ ഈയിടയ്ക്ക് ഇവിടെ വന്നത്. അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അലീനെ മാത്രമേ വിവാഹം കഴിക്കുള്ളെന്ന് അവക്ക് പോയി വാക്കും കൊടുത്തു. ഇതുവെല്ലാം നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട്, ഞാൻ അന്ന് എടുത്തിട്ട് പറഞ്ഞല്ലേ അവനെ സൂക്ഷിക്കണമെന്ന്, ഇവള് കയ്യും കാലും കാണിച്ച് എല്ലാരും വശത്താക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്, പിടിച്ചപ്പം പുളികൊമ്പ് തന്നെ നോക്കി പിടിച്ചില്ലേ എന്ന് പറയാണ്. അല്ല അവൻ അവളെ തന്നെ കെട്ടുകൊള്ളുന്ന ഒറ്റ വാശിക്ക് നിൽക്കാ, ഞാനിവിടെ കാണില്ലെന്ന് പറഞ്ഞപ്പോൾ ആരുണ്ടേലും ഞാൻ കെട്ടുമെന്നും പറഞ്ഞ് നിൽക്കാ അവൻ. ഇനി അവനെങ്ങാണൊരു സുപ്രഭാതത്തില് അവളെ വിളിച്ചോണ്ട് വരുവോ ആ വേലക്കാരിനെ എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട്, എങ്ങനെ വേലക്കാരിയാവാനാ, ആ ബാലേന്ദ്രന്റെ അവിഹിത സന്തതിയാണെന്നല്ലേ പറച്ചില്, അപ്പൊ പിന്നെ എങ്ങനെ അവള് വേലക്കാരിയാകും, ബാലേന്ദ്രന്റെ സ്വത്തുക്കളിലെ ഒരവകാശം അവൾക്കും കാണുമല്ലോ. കമല പറയാണ്, അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, ഈ ബാലേന്ദ്രന്റെ മകൾ തന്നെയാണോ ഇവള്, അതോ അയാളുടെ അവിഹിതമാണോ, ആർക്കറിയാം, എനിക്ക് അങ്ങനെ സംശയമുണ്ട് കമലേട്ടത്തി, ഞാൻ ആരോട് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. എൻ്റെ ആങ്ങളന്മാര് 3 പേരും തന്നെ ഇപ്പോ അത് അയാളുടെ മകളാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക, പക്ഷെ എനിക്കതിലൊട്ടും വിശ്വാസം തോന്നുന്നില്ല. കാരണം ബാലേന്ദ്രനെ ചെറുപ്പം മുതൽ എനിക്കറിയാം, അയാൾ അങ്ങനെ ഒരാളല്ല, ഇയാൾ പറഞ്ഞെല്ലാം കള്ളക്കഥകളാ, ഇയാൾക്ക് അവളുമായിട്ട് അവിഹിതം തന്നെയാ എന്ന് വൈജ പറയുന്നുണ്ട്. അങ്ങനെ ഒരുത്തിനെയാണോ ഈ മനു സ്നേഹിക്കുന്നത്, മനു എന്താ ഇത്രയ്ക്ക് വിവരമില്ലേ, അവളെക്കുറിച്ചും ബാലിനെക്കുറിച്ചും എല്ലാം അവൻ അറിയാലോ, എന്നിട്ട് അവൻ എന്ത് ഭാവിച്ചാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ വൈജ പറയാണ്, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം ചേച്ചി, അല്ലെങ്കിൽ ആകെ വിഷയമാകും, ഇവിടെ പിന്നെ മക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും അവൾ പിടിച്ചടക്കിയിരിക്കുക, അവിടെയും ശിവേട്ടനെയും അതുപോലെ മനുവിനെല്ലാം അവള് വശത്താക്കിയില്ലേ, ഇനിയിപ്പോ സ്ത്രീകളെ മാത്രമേ ഉള്ളൂ അവൾ വെറുതെ വിടുന്നത്, കമലേടത്തിനെ ഞാനും നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇപ്പം അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനായിട്ട്. പണ്ട് ആങ്ങളമാരെങ്കിലും കൂട്ടു നിൽക്കായിരുന്നു, എൻ്റെ മക്കളും നിൽക്കായിരുന്നു, ഇപ്പൊ ആരുമില്ല എന്ന് പറയുമ്പം കമല പറയാണ്, അത് ശരിയാ, ആ നാശം പിടിച്ചവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അവിടുന്ന് മാത്രമല്ല ഈ പാലായിലെ ഇനി അവൾ ഉണ്ടാകാൻ പാടില്ല, മനുവിന് ഒരിക്കലും അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല, എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം വേറെ ഉറപ്പിക്കണം എന്നൊക്കെ കമല പറയുമ്പം വൈജ പറയാണ്, ഒരു പീഡനവീരൻ്റെ ചേട്ടന് ഇനി എവിടുന്ന് പെണ്ണ് കിട്ടാനാ എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, നിന്റെ മകന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാലും അവനും അതേ കുറ്റക്കാരൻ തന്നെയല്ലേ, അവനെ ശിക്ഷിച്ചതല്ലേ, അതുകൊണ്ട് അവന്റെ കാര്യം ഇനി കണക്കാ എന്ന് പറയുമ്പോൾ വൈജ പറഞ്ഞുണ്ട്, അവന് നിരപരാധിയാണെന്ന് കോഴി തെളിഞ്ഞല്ലോ, എങ്കിലും അവന് ഇതിനെല്ലാ ഗൂഢാലോചനയിലും പങ്കെടുത്തവരല്ലേ, അപ്പൊ അവൻ അതിലും പങ്കുണ്ടല്ലോ എന്ന് കമല തിരിച്ചു വയ്ക്കുന്നുണ്ടേ. അങ്ങനെ കമല പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും അതൊന്നും അല്ല വിഷയം, അലീന അവൾ ഇവിടുന്ന് പോണം, അവൾ ഒരിക്കലും മനുവിനെ വിവാഹം കഴിക്കാൻ പാടില്ല,
അപ്പോൾ വൈജ പറയാണ്, ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവളുടെ മുമ്പിൽ ഞാനിപ്പോൾ തോറ്റ് തുന്നം പാടി നിൽക്കുക. 3 നേരം ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. ഓർഡർ ചെയ്ത് കൊണ്ടുവരാണ്. അവളുടെ ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ഒരു മുറിക്കകത്ത് ഞാൻ ഒതുങ്ങിക്കൂടുക. 23 വർഷക്കാലം ഞാൻ ഭരിച്ച എൻ്റെ വീടായത്. ഇപ്പം ഇവിടെ ഞാൻ ആരുമല്ല. അവളാണിപ്പോൾ ഇവിടുത്തെ എല്ലാതും. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി മാത്രമാണ്. അതിന് മാറ്റം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പം നമുക്ക് ആലോചിക്കാം, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. അവളെ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചാക്കി കെട്ടി കളയുന്ന പോലെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് വരാം. നമ്മളുടെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹി മുറിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജ കയറി വന്ന് ഡോർ അടയ്ക്കുന്നുണ്ട്. എന്താമേ എന്ന് ചോദിക്കുമ്പം, ഞാനേ താഴത്തെ മുറിയിലാണ് ഉള്ളത്. ഇതുവരെ നീ അങ്ങോട്ടും തിരിഞ്ഞു കയറിയോ? എനിക്ക് കുറവുണ്ടോ നിങ്ങൾ നീ ഒന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ആ ആലീനയുടെ പിന്നാടെ നടപ്പില്ലേ പണി. പിന്നെ എങ്ങനെയാ നീ എന്നോട് ചോദിക്കുക എന്ന് ചോദിക്കാണ്. അമ്മേ, ആലീനല്ലോ, അതിപ്പോ ചേച്ചിയല്ലേ, അച്ഛൻ്റെ മകളല്ലേ. അപ്പൊ അത് എന്നെ ചേച്ചിയായിട്ട് വരില്ലേ എന്ന് ചോദിക്കാണ്. നിന്നോട് ആരാടാ ഈ പൊട്ടത്തിലൊക്കെ പറഞ്ഞത്? അല്ല, അലീന ചേച്ചി പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് നോക്കിക്കോളാന്. ചേച്ചി എന്റെ കൂടെപ്പറപ്പാ, എന്റെ സ്വന്തം ചോരയാണെന്ന്. എടാ പൊട്ടാ, നീ അപ്പോഴേക്കും അതിലങ്ങ് മയങ്ങിയോ? നീ അങ്ങ് വിശ്വസിച്ചോ? എടാ, അവള് പഠിച്ച കള്ളിയാ. അവൾ എന്തും പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കാൻ അവൾ മിടിക്കുക. കൃഷ്ണമോളെ ആദ്യമേ അവളങ്ങ് ചാക്കിലാക്കി. അതുപോലെ നിന്റെ അച്ഛനെയും ഇപ്പൊ മനുവിനെയും അതുപോലെ എൻ്റെ ആങ്ങളമാരെയും എല്ലാവരെയും നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനു ഇപ്പോ അവളെ കെട്ടുള്ളെന്നും പറഞ്ഞ് ഒറ്റ വാശിക്ക് നിൽക്കുക. അതെല്ലാം കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയല്ലേ. നിനക്കിങ്ങനെ സംഭവിക്കാനും കാരണക്കാരി അവളല്ലേ. ഞാൻ ആക്സിഡൻ്റായി ഹോസ്പിറ്റലാവാനും കാരണക്കാരി അവളല്ലേ. എല്ലാത്തിനും കാരണക്കാരി അവളാടാ. എന്നിട്ട് ഒന്നും അറിയാത്ത പതിവ്രതയെ പോലെ അവൾ നടക്കുക. അവൾ നിന്റെ അച്ഛൻ്റെ മകളൊന്നും അല്ല, അതെനിക്ക് 100% ഉറപ്പാ. 2 വർഷമേ ഞങ്ങളെ കാണാതിരുന്നുള്ളൂ. ആ സമയത്തെ ബാലിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അയാൾക്കങ്ങനെ വേറെ അഫെയറൊന്നും ഇല്ല, ഒരു കുട്ടിയില്ല, എനിക്കത് ഉറപ്പാ. ഞാൻ അയാളുടെ പല സുഹൃത്തുക്കളോടും പലരോടും അന്വേഷിച്ചതാ. അങ്ങനെ ഒന്നുമില്ലെന്നാ എല്ലാവരും പറഞ്ഞത്. ഈ ആലീന അയാളുടെ അവിഹിതം തന്നെയാടാ. അന്ന് അവിടുന്ന് ഓർഫനേജിൽ നിന്ന് കൊണ്ടുവന്ന് 1-2 മാസത്തോളം അയാൾ ഈ മകളച്ഛൻ ബന്ധമൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എവിടെ നാടാ പൊട്ടി മുളച്ചത്? അച്ഛൻ മകൾ ബന്ധമൊക്കെ അതെല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവരുടെ വെറും ഐഡിയകൾ മാത്രമാണ്. അല്ലാതെ അത് അയാളുടെ സ്വന്തം മകളൊന്നുമല്ല. അയാൾ വെറുതെ നമ്മളെ കളിപ്പിക്കാടാ. ഞാനോട് ഇല്ലാഞ്ഞ സമയത്തും നീ ഇല്ലാഞ്ഞ സമയത്തും ഒക്കെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരിക്കും ജീവിച്ചതൊക്കെ. നാശങ്ങൾ ഓർക്കുമ്പോൾ പോലും എനിക്ക് അറപ്പാ തോന്നുന്നത്. സ്വന്തം മകള് വിവാഹം കഴിക്കാറായി. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരുത്തിയെ കൊണ്ടുവന്ന് നടക്കുകയല്ലേ അയാള്, വൃത്തികെട്ടവൻ എന്നൊക്കെ പറയുമ്പം രോഹി പറയാണ്, അമ്മേ, ആ ചേച്ചി പറഞ്ഞ പോലെ നമുക്കൊരു DNA ടെസ്റ്റ് എടുത്ത് നോക്കിയാലോ? എന്തിനാടാ? നീ നോക്കിക്കോ, എങ്കിലും റിസൾട്ടൊന്നും ഇതാകാൻ പോണില്ല. അവള് നമ്മുടെ ചേച്ചി, അവള് നിന്റെ ചേച്ചിയൊന്നും അല്ല. പേരും കള്ളി അവള്, പേരും കള്ളി. എല്ലാവരെയും വശത്താക്കാവുന്ന രാക്ഷസി, ഈ കുടുംബം തകർക്കാവുന്ന രാക്ഷസി അവള് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അവള് നമ്മുടെ കുടുംബം കൊള്ളുന്നുണ്ടാ വന്നവളാ. നിന്റെ അച്ഛനെ മയക്കിയെടുത്ത് ഈ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാനാ അവള് വന്നിരിക്കുന്നേ. അയാൾക്കും അത് മനസ്സിലാവുന്നില്ല. നീ എങ്കിലും ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈജി അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ രോഹിത്തിന്റെ മനസ്സിലേക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ശരിക്കും അലീന തന്റെ സ്വന്തം കൂടപ്പിറപ്പാണോ, അച്ഛൻ്റെ മകളാണോ, അതോ അമ്മ പറഞ്ഞ പോലെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണുമോ? അങ്ങനെയൊക്കെ ഓർത്ത് അവൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണമോള് കയറി വരാണേ. ചേട്ടാ, ദാ വെള്ളം, അലീന ചേച്ചി തന്നു വിട്ടതാ. അപ്പോഴേക്കും കൃഷ്ണയുടെ രോഹി ചോദിക്കാണ്, അലീന ശരിക്കും നമ്മുടെ ചേച്ചി തന്നെയാണോ? അമ്മ ഇപ്പോൾ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. നമ്മുടെ ചേച്ചിയാണോ അതോ അച്ഛൻ്റെ? ചേട്ടാ, അങ്ങനൊന്നും പറയല്ലേ. അലീന ചേച്ചി നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പാ. അതിനെ ആര് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. ചേച്ചി നമ്മുടെ സ്വന്തം ചോരയാ. അമ്മ പറഞ്ഞൊന്നും ചേട്ടൻ കാര്യമാക്കണ്ട. അമ്മ അങ്ങനാ. അമ്മ ഇന്നേ വരെ ആരോടെങ്കിലും മര്യാദയ്ക്ക് സംസാരിച്ച് ചേട്ടൻ കേട്ടുണ്ടോ? നമ്മൾ 3 മക്കളിൽ ആരോടെങ്കിലും അമ്മയ്ക്ക് സ്നേഹമുണ്ടോ? കുഞ്ഞിലെ മുതലേ നമ്മളിന്ന് ലാളിച്ചിട്ടുണ്ടോ? ഭക്ഷണം വാരി നൽകിയിട്ടുണ്ടോ? അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആകെപ്പാടെ അറിയാം. കുശുമ്പും കുന്നായ്മയും വേർതിരിവും അതുപോലെ തന്നെ ദേഷ്യവും. എപ്പോഴും ദേഷ്യമല്ലേ കാണിച്ചിട്ടുള്ളൂ. ആരുടെങ്കിലും ഒരു സ്നേഹമോ മയവോ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ?
നിസ്സാരം നമ്മളുടെ അച്ഛന് നമ്മുടെ അമ്മേനെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഒരിക്കലെങ്കിലും ബഹുമാനത്തോടെ സ്നേഹത്തോടെയോ അദ്ദേഹത്തോട് ഒന്ന് പെരുമാറിയിട്ടുണ്ടോ? അച്ഛനോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? എപ്പോൾ നോക്കിയാലും വാശിയും വൈരാഗ്യവും കടിച്ചു കീറലും. താൻ വൈജിയാണ്, താൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞല്ലേ അമ്മ നടക്കാറ്. എന്തെങ്കിലും അച്ഛൻ്റെ എന്തെങ്കിലും താല്പര്യത്തിന് അമ്മ നിന്നു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ വീട് ഭരിച്ചുകൊണ്ടിരുന്ന അമ്മയല്ലേ. അച്ഛനോട് നിൽക്കാൻ പറഞ്ഞാൽ അച്ഛനോട് നിൽക്കായിരുന്നു. അത്രയ്ക്കും പേടിയല്ല, ഒരു ബഹുമാന സ്നേഹമായിരുന്നു അമ്മയോട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അതാ അബദ്ധമായി പോയത്. അതുകൊണ്ടാ അമ്മ ഇത്രയ്ക്കും വഷളായത് എന്ന് പറയുന്നുണ്ട്. നീ പറഞ്ഞല്ല ശരിയാ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും അതാണോ ചേച്ചി തന്നെയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ആദ്യം ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഏട്ടൻ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനും ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് പറയുമ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അല്ല ചേച്ചി, നമ്മുടെ അച്ഛൻ്റെ മകളാണോ എന്ന് ചേട്ടൻ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം അതെ. അപ്പോൾ അലീന നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ? അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ട് ചേട്ടായി എന്ന് പറയാണ്. കൃഷ്ണ പറയാണ്, സത്യങ്ങളെല്ലാം ചേട്ടൻ അറിയേണ്ട സമയമായിട്ടുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അലീന അപ്പോൾ അടുക്കളയിലെ ജോലിയായിരിക്കുവേ. ഈ സമയത്ത് അലീന കാണാതെ അവളുടെ മുറിയിൽ നിന്നും ഒരു ഫയൽ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ്. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തുന്നുണ്ട്. എന്താ കൃഷ്ണൻ എന്ന് ചോദിക്കുമ്പം ചേട്ടൻ ഇത് കണ്ടോ, ഇതൊന്ന് വായിച്ചു നോക്കിക്കേ എന്ന് പറയാണ്. ഇത് സ്നേഹനിലയത്തിലെ ഒരു ഫോമാ, 23 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോമാ എന്ന് പറയുമ്പം ഇത് ആരാ എന്താന്നൊക്കെ ചോദിക്കാണ്. ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹി നോക്കുമ്പം അലീന എന്ന പേരുള്ള ഒരു കുട്ടീനെ അവിടെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖയാണ് കേട്ടോ. അതിന് താഴെ കൈയെടുത്തിട്ടേക്കുന്ന ആരാണെന്ന് ഏട്ടൻ്റെ നോയിക്കെന്ന് പറയുമ്പം അയ്യോ ഇത് നമ്മുടെ മുത്തശ്ശനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, നമ്മുടെ മുത്തശ്ശൻ തന്നെ. അല്ല, നമ്മുടെ മുത്തശ്ശൻ എന്തിനാ അവിടെ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുന്നേ? ആ കുട്ടി പേര് അലീന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തെളിച്ചു പറ ഇതെന്താ സംഭവം എന്ന് ചോദിക്കാണ്. സ്നേഹനികേതം എന്ന ഓർഫനേജിലാണ് അലീന ചേച്ചി വളർന്നെന്നൊക്കെ ചേട്ടൻ അറിയാലോ എന്ന് പറയുമ്പം നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ പറയാണ്, ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 23 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്നേ ഒരു പെൺകുട്ടിയും ഒരു പയ്യനുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 7 മാസത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. ആ സമയത്ത് ആ പെൺകുട്ടി 7 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താ ആ ഭർത്താവായിരുന്ന ആൾ, അതായത് കാമുകനായിരുന്ന ആള് അവളെ ഉപേക്ഷിച്ച് അവിടുന്ന് പോണത്. അങ്ങനെ അച്ഛന്മാരും ആങ്ങളമാരും എല്ലാം കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അവിടെ വച്ച് ആ പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പക്ഷേ ആ പെൺകുഞ്ഞ് മരിച്ചു പോയെന്നാ ആ മുത്തശ്ശൻ, അതായത് സ്വന്തം അച്ഛൻ, ആ മകളോട് പറഞ്ഞത്. എന്നിട്ട് ആരും അറിയാതെ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് സ്നേഹനികേതം എന്ന ഓർഫനേജിലാക്കുകയും ചെയ്തു. അവിടെ ആ ഓർഫനേജിലാക്കിയിട്ട് കുറേ പൈസയും കൊടുത്തു. പിന്നീട് ഒരിക്കലും തന്നെ കാണാൻ വരരുതെന്നും ഈ കുട്ടി ഞങ്ങൾക്കൊരു ഉപദ്രവമാവരുതെന്നും അവിടുന്ന് പറഞ്ഞിട്ടാ അവിടെയുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ പ്രായയാള് തിരിച്ചു പോന്നത്. അതിനുശേഷം ആ പെൺകുട്ടി 3-4 മാസം വല്ലാത്ത മെന്റൽ ഷോക്കിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ ഗൾഫുകാരൻ വന്നു. കുഞ്ഞുനാൾ മുതലേ ആ പെൺകുട്ടീനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാള്. അങ്ങനെ അയാൾ വന്ന് ആ പെൺകുട്ടീനെ വിവാഹം കഴിച്ചു. ഇന്നിപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ആ അമ്മ ആരാണെന്ന് അറിയാൻ വേണ്ടി ആ പെൺകുട്ടി തപ്പി അന്വേഷിച്ച് ഈ വീട്ടിലെത്തി എന്ന് പറയുമ്പം നീ എന്തൊക്കെ ഈ പറയുന്നേ, ഒന്ന് തെളിച്ചു പറ. ഇനി ഞാൻ പറയാം. ആ സ്നേഹിച്ച പെണ്ണും ചെക്കനും വേറെ ആരുമല്ല, നമ്മളുടെ അമ്മയാ വൈജയന്തി. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് ഒരു മിലിറ്ററി ഓഫീസറായിട്ട് നമ്മുടെ അമ്മ പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് അമ്മ ഗർഭിണിയായി. അങ്ങനെ അയാൾ അമ്മേനെ ഉപേക്ഷിച്ചു പോയി. അവിടെ വച്ച് അച്ഛനും ആങ്ങളമാരും, അതായത് നമ്മുടെ ആംഗിളും മുത്തശ്ശനൊക്കെ കൂടി അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്ന് മുത്തശ്ശൻ അമ്മയുടെ കള്ളം പറഞ്ഞു. ആ കുഞ്ഞിനെയാണ് കൊണ്ടുപോയി ഓർഫനേജിലാക്കിയത്. ഓർഫനേജിലാക്കിയതിൻ്റെ അന്ത്യ രസീതൊക്കെയാണിത്, അന്ത്യ ഫോമാണിത്. അത് വേറെ ആരുമല്ല, ആ കുഞ്ഞ് അലീന ചേച്ചിയായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ രോഹിത്ത്.
അത് മാത്രമല്ല, ഈ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞോണ്ടാ മുത്തശ്ശൻ അമ്മേനെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കുന്നത്. വിവാഹം കഴിച്ചതോ നമ്മുടെ അച്ഛൻ. ഈ സത്യങ്ങളൊന്നും അറിയാതെ വൈജയന്തിക്ക് ഇപ്പോഴും നമ്മുടെ ഇഷ്ടമാണെന്നൊക്കെ കരുതിക്കൊണ്ടാ പാവച്ചൻ വിവാഹം കഴിച്ചത്. അങ്ങനെ നിന്റെ 23 വർഷങ്ങൾക്ക് ശേഷം തന്നെ സ്വീകരിച്ച ആ ഓർഫനേജിലെ മമ്മീന്ന് എപ്പോഴും ചേച്ചി പറയില്ലേ പ്രജിത മമ്മി? ആ മമ്മി മരിക്കാറായ സമയത്താ എല്ലാ മക്കളെയും ഓരോ വീട്ടിലേക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അലീന ചേച്ചിക്ക് അമ്മയുടെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇങ്ങോട്ടേക്ക് ആ മുത്തശ്ശനെ വിളിച്ചതും, അങ്ങനെ മുത്തശ്ശൻ പോയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് അലീന ചേച്ചിയെ കൊണ്ടുവരുന്നതും മനുവേട്ടനെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതും, അങ്ങനെയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നത് സ്വന്തം അമ്മയെ കാണാനായിട്ട്, നമ്മുടെ വൈജി അമ്മയെ കാണാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് അമ്മയുടെ സ്വഭാവം ഇതാണെന്നും ഇങ്ങനത്തെ ക്യാരക്ടറാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. കുറേ നാൾക്ക് ശേഷം അച്ഛനും ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു ഫോൺ വഴിയോ എങ്ങനെയോ അച്ഛൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം അച്ഛൻ നീലഗിരിക്ക് പോയതും അങ്കിളിനെ കാണാൻ പോയതും അവിടെ വെച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും തിരികെ വന്ന അച്ഛന് അറ്റാക്ക് ഉണ്ടായതും എല്ലാം അങ്ങനെയാ അച്ഛൻ മനസ്സിലാക്കിയത് അലീന ചേച്ചി അച്ഛൻ്റെ ഭാര്യയുടെ മകളാണെന്ന്. അതറിഞ്ഞ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഏട്ടാ. ഞാൻ പറഞ്ഞതെല്ലാം സത്യ. സംശയം ഉണ്ടെങ്കിൽ ഏട്ടന് അലീന ചോദിക്കാം. വേണ്ട, ആരും അറിയണ്ടെന്നാ ചേച്ചി അച്ഛനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അമ്മ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അമ്മ ഡിവോഴ്സ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് പേടിച്ചിട്ടാ അമ്മയോട് ആരും ഒന്നും പറയാത്തത്. മനുവേട്ടനും അങ്കിളുമാർക്കും അതുപോലെ എനിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം, അച്ഛനും അറിയാം എന്ന് പറയുന്നുണ്ട്. അല്ല, മുത്തശ്ശിക്കൊക്കെ അറിയോ? ഇല്ല, മുത്തശ്ശിക്ക് അറിയില്ല, കമലയാണ്ടിക്ക് അറിയില്ല, അതുപോലെ അമ്മയ്ക്കും അറിയില്ല, ഭവതേച്ചിക്കും ഏട്ടനും അറിയില്ലായിരുന്നു. പക്ഷെ ഏട്ടന് പറയണമെന്ന് എനിക്ക് തോന്നി, അത് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ അമ്മയപ്പോൾ അച്ഛനെ ചതിക്കായിരുന്നോ? അതെ, അമ്മയുടെ വിവാഹേതര ബന്ധത്തിലുണ്ടായ ഒരു മകളാണ് അലീന ചേച്ചി. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും കാലം നമ്മുടെ അച്ഛനെ അമ്മ വഞ്ചിക്കായിരുന്നു. ആ ഒരു ദേഷ്യമാണ് അച്ഛന്. ഒരുപാട് അച്ഛൻ അമ്മയെ സ്നേഹിച്ചതല്ലേ. അപ്പോൾ അമ്മയുടെ ഭാഗത്തിങ്ങനെ ഉണ്ടായപ്പോൾ അച്ഛനത് സഹിക്കാനായില്ല. അതുകൊണ്ടാ ഞാൻ അലീന ചേച്ചിനെ അത്രയ്ക്ക് സ്നേഹിച്ചത്. നിങ്ങളെല്ലാവരും വെറുത്തപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ചതും സ്നേഹിച്ചതും അതുകൊണ്ടാ. ഇനിയിപ്പോൾ പറ, ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്? ചേച്ചി അച്ഛൻ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പം ആകെപ്പാടെ വല്ലാണ്ടാവാണ് രോഹി. ഇതും കണ്ടുകൊണ്ട് സോറി അങ്ങനെ അവൾ പറയുന്നുണ്ട്, അലീന ചേച്ചി ഏട്ടനോട് പറഞ്ഞാൽ വിഷയമാക്കും, അതുകൊണ്ട് ഞാനിതുകൊണ്ട് താഴെ വെച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഫയൽസ് എല്ലാം കൂടെ താഴെ വെക്കാണ്. എന്നിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. രോഹിത് ആണെങ്കിലോ ആകെപ്പാടെ ഡെസ്പായിട്ട് ഇരിക്കുകയായിരിക്കും. ഏട്ടൻ്റെ സംശയം മാറാനാ സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. സത്യം അറിഞ്ഞു എന്ന് ഏട്ടനും ഭാവിക്കേണ്ട. അച്ഛനോടും അമ്മയോടും ഒന്നും ഈ കേസ് പറയരുത്. പറഞ്ഞാൽ ഇല്ലാത്ത വിഷയം ഉണ്ടാവും. അച്ഛനമ്മയെ ഡിവോഴ്സ് ചെയ്യും. അത് മാത്രമല്ല, ഏട്ടൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും വഴക്ക് പറയും. അതുകൊണ്ട് ആരെ അറിയിക്കേണ്ട. പിന്നെ എറണാകുളത്തുള്ള മാമച്ചനും ഗ്രേസ് ആൻറ്റിക്കും രേവതി കുട്ടിക്കും എല്ലാവർക്കും സത്യം അറിയാം. അമ്മയ്ക്കും 1-2 പേർക്ക് മാത്രമേ ഉള്ളൂ അറിയാത്തത് എന്ന് പറയാണ്. അതുകൊണ്ടാ അന്ന് ചേച്ചിനെ കടത്തിക്കൊണ്ട് പോയപ്പോഴാ അങ്കിളന്മാരോട് ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ഗംഗനങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതുവരേക്കും ശിവനങ്ങളും രാജീവനങ്ങളും കൂടിയിട്ട് അലീന ചേച്ചിയെ കൊല്ലാൻ വരെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അന്ന് ഗംഗനങ്ങൾ വന്ന് സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാ ആ ഒരു അപകടത്തിൽ നിന്നും ചേച്ചി രക്ഷപ്പെട്ടത്. അങ്ങനെയാ അവർ മനസ്സിലാക്കിയത് തൻ്റെ സ്വന്തം പെങ്ങളുടെ മകളാണെന്ന്. അതുകൊണ്ടിപ്പോൾ ആ ചേച്ചിയുടെ ഭയങ്കര സ്നേഹമല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും വിശ്വസിക്കാനാവാതെ ആകെപ്പാടെ ഡെസ്പായിട്ടിരിക്കുകയായിരിക്കും രോഹി. അങ്ങനെ രോഹിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ നമ്മുടെ കൃഷ്ണമോള്. അങ്ങനെ സത്യങ്ങളെല്ലാം രോഹി മനസ്സിലാക്കിയിരിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, ഇനി നമ്മൾ 4 പേരും ഒരിക്കലും പിരിയരുത്. 4 പേര് സന്തോഷമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് കഴിയണം. അപ്പോൾ അമ്മയോ? അമ്മ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? ഇത്ര വലിയ ആക്സിഡന്റ് സംഭവിച്ചതിന് കാരണം അലീന ചേച്ചി അല്ലേ എന്ന് ചോദിക്കുമ്പം, ഏട്ടാ അതൊക്കെ അമ്മയുടെ കയ്യിലിരിപ്പോണ്ടാ. ഇപ്പോഴാണെങ്കിലും അമ്മയുടെ പഴയകാലത്തെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അമ്മ അച്ഛനോട് ക്ഷമിക്കായിരുന്നല്ലോ. അമ്മ ചെയ്യാത്ത തെറ്റൊന്നും അല്ലല്ലോ. അച്ഛൻ തെറ്റിയതെന്ന് പറഞ്ഞാലും അമ്മ അതുപോലെ തെറ്റുകാരിയല്ലേ. അതെല്ലാം മറന്ന് ക്ഷമിച്ച് അച്ഛനെ അലീന ചേച്ചിയൊക്കെ സ്നേഹിച്ച് നന്നായിട്ട് പോകാമല്ലോ. അപ്പോൾ വാശിയല്ലേ, ഒന്നും സമ്മതിക്കില്ല എന്നുള്ള വാശി.
പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും രോഹിയും കൂടി അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഈ സമയം അലീന മുറിയിലേക്ക് വരുന്നുണ്ട് വെള്ളവും കൊണ്ട്. ആഹാ, എന്താ ആങ്ങളെമ്മെങ്കിലും കൂടി സംസാരം? ഒന്നുമില്ല ചേച്ചി, എങ്ങനെ ഇവിടെ നാട് കടത്താൻ ആലോചിക്കായിരുന്നു. ആ, അത് മോള് ചെയ്യണ്ട, മോളുടെ അമ്മ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തോളും എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് അല്ല അല്ല ചേച്ചിക്ക് അമ്മ എന്ന് വിളിച്ചൂടെ, എന്തിനാ മേഡമെന്ന് വിളിക്കുന്നേ എന്ന് രോഹി ചോദിക്കുമ്പം അയ്യോ അതൊന്നും വേണ്ട, അച്ഛനെ തന്നെ അങ്ങനെ വിളിക്കുന്നത് മേഡത്തിന് ഇഷ്ടമില്ല, അയോട് ഞാൻ അമ്മയെന്നങ്ങനെ വിളിച്ചാലേ എന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോവാണ്. രോഹിയേട്ടാ, ഒരു കാരണവശാലും ആരോടും പറയരുത് കേട്ടോ, പറഞ്ഞാൽ വലിയ ഇഷ്യൂ ആകും എന്ന് പറയുമ്പം ശരി നീ പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണയോട് നിന്ന് പോകുമ്പോൾ രോഹിത്ത് ആകെപ്പാടിങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. തൻ്റെ അമ്മ ഇത്രയും കാലം ചതിക്കായിരുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവന് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ അവസ്ഥ ഓർത്തും പാവത്തിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇത്രയും കാലം അച്ഛനെ താൻ ഒരുപാട് ദ്രോഹിച്ചു. അച്ഛനെയും അലീനയും തമ്മിൽ ഒരുപാട് മോശ കഥകളൊക്കെ പറഞ്ഞു. അതുപോലെ അച്ഛൻ്റെ മാനസികമായിട്ട് ഒരുപാട് അച്ഛനെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ഓർക്കാണ്. അച്ഛനെ കണ്ടതിനെല്ലാം ക്ഷമ പറയണമെന്നും രോഹി മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിൽ ബാലന്റെ മുറിയിലേക്ക് ചെല്ലാണ് രോഹി. ആഹാ, എന്താണ് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലച്ചാ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തു പറ്റി, ആകെപ്പാടെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്ന് പറയുമ്പം ഒന്നുമില്ല, ഇത്രയും കാലം അച്ഛനെയും അലീന ചേച്ചിനെയും ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിലെ ബന്ധത്തെ പോലും ഞാൻ സംശയിച്ചു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഇപ്പം എനിക്ക് മനസ്സിലായി ചേച്ചി സ്വന്തം കൂടപ്പിറപ്പാണെന്ന്. അല്ല, നിനക്ക് ഇപ്പം എങ്ങനെ മനസ്സിലായത്? അല്ല, എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് അച്ഛനോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞാൻ കാണിച്ചു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരത്തിനും എന്നോട് ക്ഷമയുണ്ടാണെന്ന് പറയുമ്പം അതൊന്നും സാരല്ലടാ, നീ എൻ്റെ മോനല്ലേ, നിന്നോട് ഞാൻ ക്ഷമിക്കാതെ വേറെ ആര് ക്ഷമിക്കാനാ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ അച്ഛനും മോനും അവിടെ വെച്ച് ഒന്നാവുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ള സ്റ്റോറീസിനൊക്കെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പും ലൈക്കും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.